ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാദമി. ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 അതുപോലെ 2023 ഒരുപാട് എക്സാംസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ IAS എന്ന പാവങ്ങളുടെ IAS എന്നിട്ടുള്ള അപരനാമമുള്ള നമ്മുടെ LDC 2024 വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ പഠനം എന്ത് ചെയ്യണം? ഒരു 2x ഇട്ടിട്ട് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒത്തിരി വേഗത്തിലും അതുപോലെ എന്ത് ചെയ്യണം? ഈ വേഗത്തിൽ പോകുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു പോയിന്റും കളയാതെ ബേസിക് മുതൽ പഠിച്ചു പോകണം. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരെ പഠിച്ചു പോകണം. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ് BBR അക്കാദമി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ LP UP ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. LDCക്കും ബാച്ച് ഉണ്ട്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ജോയിൻ ചെയ്യണേ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആണ്. ഖാദി ബോർഡ് LDC പ്രിലിംസും അതുപോലെ യൂണിവേഴ്സിറ്റി LGS മെയിൻസും ഇനി നമ്മൾ വരാനിരിക്കുന്ന 2024 വരാനിരിക്കുന്ന ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന, നവംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നിട്ടുള്ള ഒരുപാട് എക്സാംസിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ ടോപ്പിക് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ നന്നായിട്ട് പഠിക്കണം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന. നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? എന്താണ് ഇന്ത്യൻ ഭരണഘടന? ആദ്യം എന്ത് പഠിക്കണം? എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പഠിക്കണം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മളെ രാജ്യം എന്താണ്? സിമ്പിൾ ആയിട്ട് കോഡിലോടൊക്കെ പഠിച്ചു പോവാനേ ഉള്ളൂ. ഈ ഭരണഘടനയൊക്കെ സിമ്പിൾ ആണെന്നേ, വലിയ വിഷയമൊന്നും ആക്കേണ്ട. ഓക്കെ, വിഷയാക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കറക്റ്റ് പഠിച്ചു പോകണേ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഭരണഘടന എന്ന് പറഞ്ഞാല് നമ്മളെ രാജ്യം, ഓരോ രാജ്യവും ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ ഇന്ത്യ രാജ്യത്തിന് എന്തുണ്ട്? ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യർക്ക് എന്തുണ്ട്? ഓരോ മൗലിക കർത്തവ്യങ്ങളും മൗലിക അവകാശങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തുകയും ഇതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അടിസ്ഥാന നിയമസംഹിതയാണ് ഇത്. നിയമസംഹിതയാണ്, അടിസ്ഥാന നിയമസംഹിതയാണ് എന്ത്? ഇന്ത്യൻ ഭരണഘടന. മനസ്സിലായോ? അതായത് ഒരു രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് എന്ത്? ഭരണഘടന. ഓർത്തിരിക്കണേ, ആ ഒരു പോയിന്റ് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ അടുത്തത്, എവിടെ നിന്നാണ് ഈ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്? ലാറ്റിൻ പദത്തിൽ നിന്നാണ് കേട്ടോ. ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണ്? ഒരു ലാറ്റിൻ വേർഡാണ്. അതുപോലെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയാണ് ലോ ഓഫ് ദി ലാൻഡ്. എന്താണ്? ലോ ഓഫ് ദി ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? മനുഷ്യൻ എന്തുണ്ട്? ജനങ്ങൾക്ക് മൗലിക കർത്തവ്യങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കി തരുന്നുണ്ട്. അതെ, ഇന്ത്യൻ ഭരണഘടന. അതേപോലെ ജനാധിപത്യം, ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയുന്നത് ആരാണ്? ഭരണഘടനയിലാണ് പറയുന്നത്. അതുപോലെ നമ്മളെ ഗവൺമെന്റ്, ഓരോ രാജ്യത്തിനും ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. അതുപോലെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി തരുന്നതും ഭരണഘടനയിലൂടെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണേ. ഭരണഘടനയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ഭരണഘടന? നമ്മൾ പറഞ്ഞു. ഭരണഘടന എന്നുള്ള വേർഡ് ഏതിൽ നിന്നാ വന്നത് എന്ന് പറഞ്ഞു, ഏത് ഭാഷയാണെന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. ഏത് ടൈപ്പ് ഭരണഘടന? 2 ടൈപ്പ് ഭരണഘടന ഉണ്ട്. ഒന്ന് ലിഖിതവും ഒന്ന് അലിഖിതവും. എന്താണ്? ലിഖിതവും അലിഖിതവും. ലിഖിതം. എന്താ ലിഖിതം? എന്താണ് ലിഖിതം? ലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് ഇത്. ലിഖിത ഭരണഘടന. ലിഖിതം എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന.
അലിഖിതം എന്ന് പറഞ്ഞാലോ എഴുതപ്പെടാത്ത ഭരണഘടന. അപ്പൊ നമ്മളെ ഇന്ത്യയുടെ ഭരണഘടന ഏതാണ്? ഏത് ടൈപ്പാ? ലിഖിത ഭരണഘടനയാണ്. ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലിഖിത ഭരണഘടനയുള്ള മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ലിഖിത ഭരണഘടനയുള്ള മറ്റു രാജ്യങ്ങളാണ്. എന്ത് പഠിച്ചേക്ക? ഒരു കോഡാണ്, ഒരു ഉഷാർ കോഡൊക്കെ ഉണ്ട് നമ്മളെ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ആബിദ് എന്നുള്ള ഒരു ചെക്കൻ ഉണ്ട്, അവന് പഠിച്ചേക്ക. ആബിദ് എന്താണ്? ആബിദിൽ എന്തൊക്കെ കിട്ടും? എ ഫോർ അമേരിക്ക. എ ഫോർ എന്താണ്? അമേരിക്ക. അമേരിക്കയുടെ ഏതാണ്? ലിഖിത ഭരണഘടനയാണ്. അതേപോലെ എ ഫോർ ഏതാണ്? 2 ആണ് കേട്ടോ. അതായത് എ സ്ക്വയർ എന്ന് ഓർത്തിരിക്കുക. ആബിദേന്ന് വിളിക്കാണ്. ആബിദേന്ന് നീട്ടി വിളിക്കാണ്. അപ്പൊ ആബിദിന്റെ എ അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. തെറ്റാണല്ലോ. പിന്നെ അടുത്തതാണ് എന്ത്? ബി ഫോർ എന്താണ്? ബ്രസീല്. ബി ഫോർ ബ്രസീല്. എ ഫോർ അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. പിന്നെ ഐ ഫോർ ഏതാണ്? ഇന്ത്യ. ഐ ഫോർ ഇന്ത്യ. പിന്നെ ഡി ഫോർ ദക്ഷിണാഫ്രിക്ക. ഡി ഫോർ ദക്ഷിണാഫ്രിക്ക. എങ്ങനെയുണ്ട് കോഡ്? ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ. അടുത്ത കോഡാണ് എന്ത്? ബിൻസ്. ബിൻസ് പറഞ്ഞ ഒരു കുട്ടീന്റെ പേരാണ്. ആബിദ് ഒരു കുട്ടിയുണ്ട്, ബിൻസ് ഒരു കുട്ടിയുണ്ട്. അപ്പൊ എന്താ ആബിദ് എന്താണ്? ലിഖിത ഭരണഘടനയുള്ള മറ്റു രാജ്യങ്ങളാണ് എന്ത്? ഈ ആബിദ്. ആബിദാക്കാന്ന് വിളിക്കുക, ആബിദ് മോനെ എന്നൊക്കെ വിളിക്കുക. അപ്പൊ എ ഫോർ അമേരിക്ക, ഓസ്ട്രേലിയ. ബി ഫോർ ബ്രസീല്. ഐ ഫോർ ഇന്ത്യ. ഡി ഫോർ ദക്ഷിണാഫ്രിക്ക. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ബിൻസ്. ബിൻസ് ഏതൊക്കെ വരുന്നത്? ബി. അതായത് ബിൻസ് എന്ന് പറഞ്ഞാല് അലിഖിത ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഇത് ബിൻസ്. ബി എന്ന് പറയുന്നത് ബ്രിട്ടന്. ഐ എന്ന് പറയുന്നത് ഇസ്രായേൽ. ഏതാണ്? ഇസ്രായേല്. പിന്നെ ഏതാണ്? എൻ എന്ന് പറയുന്നത് ന്യൂസിലാൻഡ്. എഫ് എന്ന് പറയുന്നത് ഫ്രാൻസ്. തെറ്റാണല്ലോ. ഈ ഐയും മാറിപ്പോവരുത്. ഒന്ന് ഇസ്രായേലാണ്, ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യ നമുക്ക് മാറൂലല്ലോ. ഇന്ത്യ എന്താണ്? ലിഖിത ഭരണഘടനയാണ്. നമ്മളെ രാജ്യത്തിന്റെ ഭരണഘടന ഏതാന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. അപ്പൊ ഇനി പറയാനുള്ളത്, നമ്മളെ ഭരണഘടന എന്താണ്? ഏറ്റവും ലിഖിത ഭരണഘടനയുമാണ്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന ഏതാ? നമ്മളെ ഇന്ത്യന്റെ ഭരണഘടനയാണ് എന്ത്? ഏറ്റവും വലിയ ഭരണഘടന. ഏറ്റവും വലിയ ഭരണഘടന, അതേപോലെ ലിഖിത ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയതും പഴക്കം ചെന്നിട്ടുമുള്ള ഭരണഘടന ഏതാ? അമേരിക്കക്കാരത്. എന്താ സംശയം? USA അമേരിക്കക്കാരതാണ്. എന്താ അറിയോ? ഈ അമേരിക്കക്കാരത് കണ്ടിട്ടാണ് നമ്മളൊക്കെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മൂപ്പരാക്ക് അവരെ ഭരണഘടനയാണ് എന്ത്? ഏറ്റവും പഴയത്. അങ്ങനെ ഓർത്തിരിക്കാലോ. അപ്പൊ 1789 എന്ത് വന്നിട്ടുള്ളത്? 1789. ശ്രദ്ധിക്കുന്നുണ്ടോ ക്ലാസ്? 1789 എന്ത് വന്നിട്ടുള്ളത്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ. 1789. എങ്ങനെ ഓർത്തിരിക്കാം? 1789. 7, 8, 9. ഓക്കെ. അത് കിട്ടില്ല, പെട്ടെന്ന് കിട്ടും. 1789 അമേരിക്കൻ ഭരണഘടന വന്നിട്ടുള്ളത്. ആരാണ് ഇതിന്റെ ശില്പി? ആരാ? ജെയിംസ് മാഡിസൺ. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കുക? നല്ല മണ്ടക്കുള്ള ആളല്ലേ? മണ്ട മീൻസ് നമ്മളെ മലപ്പുറം ഭാഷയിലൊക്കെ എന്ത് പറയും? നല്ല ബുദ്ധി എന്നുള്ളതിന് മണ്ട എന്ന് പറയും. ആ മണ്ട നിങ്ങൾ ഓർത്തിരിക്കണേ. ഒരുപാട് കോഡ് അതിൽ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ മണ്ടൊക്കെ ഉള്ള ആളാണ് അറിയുക ഇങ്ങനത്തെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ എന്താണ്? നമ്മളെ ജെയിംസ് മാഡിസൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഭരണഘടന കൊണ്ടുവന്നിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പിയാരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ആരാണ് ചോദിക്കട്ടെ? നമ്മളെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? നമ്മളെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. നമ്മളെ BR അംബേദ്കർ ആണ്. ഇവിടെ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓർത്തിരിക്കണം. അപ്പൊ നമ്മളെ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ജെയിംസ് മാഡിസണും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. നോട്ടൊക്കെ എഴുതണേ. നോട്ടൊക്കെ നമ്മൾ തരും, ടെലഗ്രാമിൽ തരും. അതിന്റെ കൂടെ നിങ്ങളൊന്ന് എഴുതി പോവാട്ടോ. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ ആണ്. ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടന എന്ന നിലയിൽ വന്നിട്ടുള്ളത്? അമേരിക്കൻ ഭരണഘടന നമ്മൾ പഠിച്ചു 1789. ഇന്ത്യൻ ഭരണഘടന എന്ന നിലവിൽ വന്നിട്ടുള്ളത് 1950 ജനുവരി 26. 1950 ജനുവരി 26. ഓർത്തിരിക്കണേ. 1950 ജനുവരി 26 നമ്മളെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്നാണ് അംഗീകരിച്ചിട്ടുള്ളത്? അതായത്
നമ്മളെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഒക്കെ ഉണ്ട്. വെറുതെ ഒരു ഭരണഘടന തന്നാലെ വരുമോ? ഇല്ലല്ലോ. അത് നിർമ്മിക്കാൻ ആര് വേണം? ഒരു നിയമനിർമ്മാണ സഭ ഒക്കെ വേണം. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറയും. എങ്ങനെയാണ് ആ നിയമനിർമ്മാണ സഭ ഇന്ത്യയിൽ എത്തിയതും എങ്ങനെയാണ് ആ നിർമ്മാണ സഭ രൂപീകൃതമായതും അതിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും ട്ടോ. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. എന്താണ് ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച വർഷം ഏതാ? 1949. അതായത് ഈ വർഷത്തിന് തൊട്ടൊരു അടുത്ത വർഷം, മുമ്പത്തെ വർഷം 1949 നവംബർ 26-നാട്ടോ. പിന്നെന്ത് ചെയ്തു? ഇത് പ്രാബല്യത്തിൽ വന്നത് അടുത്ത വർഷം 1950 ജനുവരി 26. സെറ്റാണല്ലോ. അപ്പൊ 1949 നവംബർ 26-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? 1949 നവംബർ 26-നാണ് 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. അങ്ങനെ ആവുമ്പോ നമ്മൾ അംഗീകരിക്കൂല. നമ്മളിപ്പോ ഒരു എൻഗേജ്മെന്റ് ഒക്കെ ചെയ്യാണ്. അതായത് ഒരു ഗേൾസിനെയോ അല്ലെങ്കിൽ ബോയ്സിനെയോ എന്ത് ചെയ്യാണ്? എൻഗേജ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ എന്ത് പറയും? അതാണ് നമ്മളെ നിമിഷം, നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഓർക്കുന്ന ദിവസം എന്നൊക്കെ പറയല്ലേ. അപ്പൊ അംഗീകരിച്ചില്ലേ, അതാണ് എന്റെ വൈഫ് അല്ലെങ്കിൽ അതാണ് എന്റെ ഹസ്ബൻഡ് എന്ന് അംഗീകരിക്കണം ആ ഒരു നിമിഷത്തില്. അപ്പൊ ആ ഒരു നിമിഷത്തെ എന്ത് വിളിക്കും? നമ്മൾ പല പേരിട്ട് വിളിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അംഗീകരിച്ചതുകൊണ്ട് ദിവസത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ദിവസത്തെ 1940 അംഗീകരിച്ച് ദിവസത്തെ എന്ന് വിളിച്ചു? ഭരണഘടനാ ദിനം, ദേശീയ നിയമദിനം. എന്താണ്? ഭരണഘടനാ ദിനം, അതേപോലെ ദേശീയ നിയമദിനം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതേപോലെ നിലവിൽ വന്നതാണ് 1950 ജനുവരി 26-ന്. നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. പക്ഷെ അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഭരണഘടനാ ദിനം എന്നും ദേശീയ നിയമദിനം, ഭരണഘടനാ ദിനം. അപ്പൊ എന്നാ ദേശീയ നിയമദിനം? നവംബർ 26. എന്നാ ഭരണഘടനാ ദിനം? നവംബർ 26. മനസ്സിലായല്ലോ. നിലവിൽ വന്നത് എന്നാണ്? ഭരണഘടന നിലവിൽ വന്നതെന്നാ? 1950 ജനുവരി 26. മനസ്സിലായല്ലോ. 3 points മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഭരണഘടന എന്ത് ചെയ്യണം? ഭരണഘടന നിർമ്മിക്കണം. അപ്പൊ നിർമ്മിക്കുമ്പോഴേ ആദ്യം പോയിട്ട് നമ്മൾ എന്ത് ചെയ്യൂല? ബുക്ക് ഒന്നായിട്ട് നിർമ്മിക്കോ? ഇല്ലല്ലോ. എഴുതി തയ്യാറാക്കൂല. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? അതിന്റെ ഒരു ഡ്രാഫ്റ്റ്, അതായത് കരട് രൂപം, അതിന്റെ ചെറിയ രൂപം, അതായത് ഭരണഘടനയിൽ ഇത്ര കാര്യങ്ങളൊക്കെ വേണം, ഇന്നത് വേണം, അന്നത് വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കരട് രൂപം, ഭരണഘടനയുടെ ഒരു ചെറിയ രൂപം, അതിനെയാണ് എന്ത് പറയുന്നത്? കരട് രൂപം. ആ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ്? BN റാവു. ആരാണ്? BN റാവു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. BN റാവു. ഈ റാഫ്റ്റ് റാവു ആണ് ഓർത്തിരിക്കൂടെ? ഡ്രാഫ്റ്റിന്റെ റാഫ്റ്റ് ഡി ഒഴിവാക്കിയാല് ഡ്രാഫ്റ്റ്. അപ്പൊ റാവു. ഇപ്പൊ BN റാവു ഓർത്തിരിക്കണം. ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ BN റാവു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അങ്ങനെ ആര് തുടങ്ങി? നമ്മളെ എഴുത്തൊക്കെ തുടങ്ങി. അതായത് ഇതിങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പൊ ഭരണഘടന ഒക്കെ എഴുതി തയ്യാറാക്കിയത് ആരാവും? അത്യാവശ്യം പ്രേമൊക്കെ ഉള്ള ആളാവണം അല്ലെ. അതായത് ഈ എഴുത്തിനോട് ഒരു പ്രേമുള്ള ആളല്ലേ ഇത്രയും വലിയ നിയമസംഹിത ഒക്കെ എഴുതി ഉണ്ടാക്കുക. അപ്പൊ ഈ മാനുസ്ക്രിപ്റ്റ് ചെയ്തത് ആരാ? എഴുതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസാദ. ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഈ പ്രേമുള്ളോലാണ് എഴുതുക. അപ്പൊ ഓർത്തിക്ക, പ്രേം എന്ന് കിട്ടി അല്ലെ. റൈസാദ റൈറ്റ്. അപ്പൊ എന്താണ്? കയ്യെഴുത്ത് പ്രതിമ, അതായത് ഭരണഘടന എഴുതി തയ്യാറാക്കിയത്, മാൻസ്ക്രിപ്റ്റ് ചെയ്തത് പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ്. ഓർത്തിരിക്കൂലേ? ഓക്കെ, ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ഭരണഘടന ഒക്കെ എഴുതി തയ്യാറാക്കി ഒക്കെ സെറ്റ് ആക്കി കേട്ടോ. അപ്പൊ ഇതിനൊരു കവർ പേജ് വേണം. എന്ത് വേണം? കവർ പേജ് വേണം. നല്ല മനോഹരമായിട്ടുള്ള കവർ പേജ് ആരുണ്ടാക്കുക? ചിത്രകാരന്മാരല്ലേ ഉണ്ടാക്കുക. അങ്ങനെ ഈ ഭരണഘടനയ്ക്ക് ഒരു എന്തുണ്ടാക്കി? കവർ പേജ് ഉണ്ടാക്കി. ആരാണ് കവർ പേജ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ കവർ പേജ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു പുസ്തകം, നമ്മളിപ്പോ ഈ ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു പുസ്തകത്തിന് എന്തുണ്ട്? ഒരു പുറം ചട്ടയല്ലേ ഇത്?
പുറം ചട്ടയാണ്. അപ്പൊ ഇതെന്താ, ഈ പുസ്തകത്തിനുള്ളിലുള്ള ഈ പേജസിന് എന്ത് ചെയ്തിട്ടുള്ളതാണ്, കവർ ചെയ്തിട്ടുള്ളതാ. അപ്പൊ കവർ ചെയ്തതിന് എന്ത് പറയും, ബോക്സ് എന്ന് പറയും അല്ലെ, ബോക്സ് എന്ന് പറയും. എന്ത് ചെയ്യും, ബോക്സ് എന്ന് പറയും. അപ്പൊ ഇതൊരു ബോക്സ് പോലെയല്ലേ, ഈ പേജസിന് ഇതൊരു ബോക്സ് പോലെയല്ലേ ഈ ചട്ട കാണുന്നത്, ഈ പുറം ചട്ട കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ ബോക്സ് എന്ന് വിളിക്കാം. ഈ ചട്ട, ഈ ഇത്രയും പേജസിന്റെ ബോക്സ് ആണ് ഈ ചട്ട എന്ന് വിളിച്ചൂടെ. അതായത് ഇതിന്റെ കവർ പേജ് മനസ്സിലായല്ലോ. അപ്പൊ എന്ത് വിളിച്ചു, നമ്മളെ നന്ദലാൽ ബോസ് കിട്ടിയല്ലോ. ബോക്സ് ഓർത്തിരിക്കുക. അപ്പൊ നന്ദലാൽ ബോസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കവർ പേജ് തയ്യാറാക്കിയിട്ടുള്ളത്. കവർ പേജ് തയ്യാറാക്കിയിട്ടുള്ള ആരാണ്, നന്ദലാൽ ബോസ്. കിട്ടിയോ, പോയിന്റ് കിട്ടിയില്ലേ. അപ്പൊ നന്ദലാൽ ബോസ് ആണ് എന്ത്, കവർ പേജ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി മറക്കൂലല്ലോ, മറക്കരുതേ. ഓക്കെ, അങ്ങനെ നമ്മളെ നന്ദലാൽ ബോസ് ആരായിരിക്കണം, നല്ലൊരു ചിത്രകാരന്മാരായിരിക്കണം. അതായത് ഇപ്പൊ ഭരണഘടനയുടെ ഒരു കവർ പേജ് കാണുമ്പോൾ അത്യാവശ്യം നല്ല ചിത്രവും ഒക്കെ വരയ്ക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ കവർ പേജ്. അപ്പൊ ആരായിരിക്കും ഈ നന്ദലാൽ ബോസ്, ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നാണ്. ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, നമ്മളെ നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് എന്തറിയപ്പെടുന്നത്, ആധുനിക ചിത്രകലയുടെ പിതാവ്. മനസ്സിലായല്ലോ, തെറ്റല്ലേ, ക്ലിയർ അല്ലേ. എന്നാ അടുത്തേക്ക് പോയാലോ, അടുത്തേക്ക് പോവാണ്. അടുത്ത ഭാഗം ഏതാണ്, നമ്മള് ഇപ്പൊ ഭരണഘടനയുടെ ശില്പി ആര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ഭരണഘടന, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ കുറച്ച് വ്യക്തികളും സംഘടനകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. ആദ്യമായിട്ട് വെറുതെ ഒരാളെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന്. അപ്പൊ ഇത് ആദ്യമായിട്ട് പറഞ്ഞതാരാ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് എം.എൻ. റോയ്. എന്താണ്, എം.എൻ. റോയ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്, എം.എൻ. റോയ് ആണ്. ഈ എം.എൻ. റോയ് ഏതിലൂടെയാണ്, അതായത് എം.എൻ. റോയിന്റെ മനസ്സിൽ ഇത് ഉണ്ടായിട്ട് കാര്യമുണ്ടോ, ഇല്ല അല്ലെ. ഈ എം.എൻ. റോയ് എന്ത് ചെയ്യണം, ഇത് ആളുകളിലേക്ക് എത്തിക്കണം. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തില്ല, മാധ്യമങ്ങളൊന്നുമില്ല. അപ്പൊ ഈ മാധ്യമങ്ങൾ ഇല്ലാത്ത, അതായത് നമ്മളെ ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പത്രത്തിലൂടെയാണ് അന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പത്രമായിട്ടുള്ള, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പത്രത്തിലൊക്കെ കൊടുത്തു. അപ്പൊ രാവിലെ എണീച്ചപ്പോ നമ്മളെ പ്രധാനമന്ത്രി എല്ലാരും അറിഞ്ഞു, ഇങ്ങനെ എം.എൻ. റോയ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളല്ലേ. ചായ കുടിക്കുമ്പോ പത്രം വായിക്കുമ്പോ കണ്ടു. ഏതാണ് ആ പത്രം, ദ ഇന്ത്യൻ പാട്രിയറ്റ്. ഏതാണ്, ദ ഇന്ത്യൻ പാട്രിയറ്റ്. ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്നുള്ള പത്രത്തിലൂടെയാണ് എം.എൻ. റോയ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്റെ ആശയമായിട്ടുള്ള ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ട്, 1934 അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്ക് ഭരണഘടന വേണം, അത് നിർമ്മിക്കാൻ ഒരു നിയമനിർമ്മാണ സഭ വേണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എം.എൻ. റോയ് പറഞ്ഞിട്ടുണ്ട്. എം.എൻ. റോയ് 1934 എം.എൻ. റോയ് 1934 ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്നും അതേപോലെ എന്ത് പറഞ്ഞു, ഭരണഘടന നിയമനിർമ്മാണ സഭ, ഇത് നിർമ്മിക്കാൻ ഒരു നിയമനിർമ്മാണ സഭ വേണമെന്നും പറഞ്ഞത് ആരാണ്, എം.എൻ. റോയ് ആണ്. തെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാന്ന് ചോദിക്കും. ഏതാണ് ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി, ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഏത്, സ്വരാജ് പാർട്ടി. ഏതാണ്, സ്വരാജ് പാർട്ടി. ഓർത്തിരിക്കണേ, ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാല് സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഈ സ്വരാജ് പാർട്ടി സ്ഥാപിതമായത് എന്നാണ് നിലവിൽ വന്നത്, 1923 സ്വരാജ് പാർട്ടി നിലവിൽ വന്നിട്ടുള്ളത്. 1923 സ്വരാജ് പാർട്ടി നിലവിൽ വന്നിട്ടുള്ളത്. ഓർത്തിരിക്കണേ, എങ്ങനെ ഓർത്തിരിക്കുക, സ്വരാജ് എന്ന് പറയുമ്പോൾ 1, 2, 3 മൂന്നക്കമല്ലേ. അപ്പൊ എത്രയാണ്, ലാസ്റ്റ് 3 നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്വരാജിന്റെ ഈ 2 എങ്ങനെ കിട്ടും, സ്വരാജിൽ മെയിൻ ആയിട്ട് 2 ആളുകളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ആളുകൾ. ആരൊക്കെയാണ്, ഒന്ന് മോത്തിലാൽ നെഹ്റുവും 2 ആരാണ്, C.R. ദാസുമാണ്. ഒന്ന് മോത്തിലാൽ നെഹ്റുവും 2 C.R. ദാസുമാണ്. അപ്പൊ 2 ആളുകളല്ലേ, അപ്പൊ 2 കിട്ടൂലേ. അപ്പൊ എന്താണ്, 1923 2 ആളുകള് 3
അക്ഷരം. അപ്പൊ സ്വരാജ് 3. 1923 സ്വരാജ് പാർട്ടി നിലവിൽ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഈ സ്വരാജ് പാർട്ടിയുടെ മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആളാണ്, അതായത് സെക്രട്ടറി ആണ് ആര്? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആരാണ്? CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ്. പ്രസിഡന്റ് ആണ് ഈ CR ദാസ് എന്നും മോത്തിലാൽ നെഹ്റു ആണ് സെക്രട്ടറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മാറിപ്പോവാറുണ്ട്. അത് മാറിപ്പോവാതിരിക്കാൻ എന്ത് ചെയ്യാ? ഈ ദാസ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ DAS അല്ലേ? പ്രസിഡന്റിന്റെ ഡായും ദാസിന്റെ ഡായും കണക്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? CR ദാസ് പ്രസിഡന്റ്. ഈ CR ദാസ് ആണ് എന്തറിയപ്പെടുന്നത്? ദേശബന്ധു. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CR ദാസ് ആണ്. ഓർത്തിരിക്കണേ. അപ്പൊ എന്ത് ഓർത്തിരിക്കുക? ദാസിന്റെ ഡിയും ദേശബന്ധുവിന്റെ ഡിയും. അപ്പൊ എന്ത് കണക്ട് ചെയ്യാ? ദാസ് ദേശബന്ധു. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ നിയമനിർമ്മാണ സഭ വേണമെന്ന് ചർച്ച ചെയ്തിട്ടുള്ള INC സമ്മേളനം ഏതാണ്? INC സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. 1935 ബോംബെ സമ്മേളനമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് പറഞ്ഞത് ഏതാണ്? 1935 ബോംബെ സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അന്നത്തെ? ഈ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓർത്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ 1935 എന്ത് നടന്നിട്ടുള്ളത്? ബോംബെ സമ്മേളനം നടന്നിട്ടുള്ളത്. ഇതെന്താണ്? ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഔദ്യോഗികമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം, നിയമനിർമ്മാണ സഭ വേണമെന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള സമ്മേളനം ഏതാണ്? അതാണ് എന്ത്? നമ്മളെ ഫൈസാപൂർ അല്ലെങ്കിൽ ഫയസ്പൂർ സമ്മേളനം. ഫയസ്പൂർ സമ്മേളനം ഏതാ വർഷം? 1937. ഫയസ്പൂർ എന്ന് എഴുതുമ്പോ എങ്ങനെ നമ്മൾ ഇത് യാന്ന് എഴുതുന്നില്ലേ? ഫയസ്പൂർ 37. ഫയസ്പൂർ 37 അങ്ങനെ ചെയ്യാലോ. അപ്പൊ ഈ ഫയസ്പൂർ എന്നുള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഫയസ്പൂർ എന്നുള്ള സ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കണേ, മഹാരാഷ്ട്രയിലാണ് ഫയസ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഈ ഫയസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. ആരാണ്? നമ്മളെ നെഹ്റു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ ഫയസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷന്. ഏതാ വർഷം? 1936 to 37. 1937 നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. തെറ്റാണല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അങ്ങനാണെങ്കിൽ നെഹ്റു എന്ത് പറഞ്ഞിട്ടുണ്ട്? 1938 നമ്മളെ നെഹ്റു എന്ത് പറഞ്ഞു? 1938 ഫയസ്പൂർ സമ്മേളനം കഴിഞ്ഞതിനു ശേഷം 1938 നെഹ്റു എന്ത് പറഞ്ഞു? ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാത്ത എന്താ പറഞ്ഞത്? ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാത്ത ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തിരിക്കണേ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാത്ത ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ആര് എപ്പോൾ പറഞ്ഞു? ജവഹർലാൽ നെഹ്റു 1938 പറഞ്ഞു. തെറ്റാണല്ലോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ 4 പേര് നിങ്ങൾ ഉറപ്പായിട്ടും, ഈ 4 ഉറപ്പായിട്ട് ഓർത്തിരിക്കണം. 1 MN റോയ്, 2 സ്വരാജ് പാർട്ടി, 3 ബോംബെ സമ്മേളനം, 4 ഫയസ്പൂർ സമ്മേളനം. പിന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻ ഏതാന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറയണം? വേവൽ പ്ലാൻ ആണ്. അത് നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. വേവൽ പ്രഭു ഉണ്ടാക്കിയിട്ടുള്ളതാണ് വേവൽ പ്ലാന്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. ഏതാണ് വേവൽ പ്ലാന്? വേവൽ പ്രഭു ഉണ്ടാക്കിയതാണ് ഇത് വേവൽ പ്ലാന്. അന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. അത് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. വേവൽ പ്രഭു, വേവൽ പ്ലാന് 1945 എന്ത്? 1945 ജൂൺ 14 1945
ജൂൺ 14-നാണ് വേവൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓർത്തിരിക്കണേ, ആ വേവൽ പ്ലാന് കൂട്ടിച്ചേർത്തിട്ടുള്ള, അതായത് കൂട്ടി വിളിച്ച് വേവൽ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്തിട്ടുള്ള സമ്മേളനത്തെ പറയുന്ന പേരാണ് എന്ത്? സിംല കോൺഫറൻസ് എന്നാണ്. സിംല കോൺഫറൻസ്. എന്താണ് വേവൽ പ്ലാൻ? വേവൽ പ്ലാൻ എന്ന് പറഞ്ഞാല് വേവൽ പ്രഭു പഠിച്ചു തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ ആണ് വേവൽ പ്ലാൻ. എന്തൊക്കെയാണ് വേവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കണം എന്നാണ് ഈ വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും തുല്യ പ്രാധാന്യത്തോടെയുള്ള ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കണം എന്ന് ആര് പറഞ്ഞു? വേവൽ പ്ലാനിൽ പറഞ്ഞു. അതുപോലെ എന്ത് പറഞ്ഞു? പ്രതിരോധം ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. പ്രതിരോധം ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും ഇടക്കാല ഗവൺമെന്റ് കൈകാര്യം ചെയ്യണമെന്ന് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഭരണഘടനയെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഇത് വേവൽ പ്ലാൻ. 1945-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളെ വേവൽ പ്ലാൻ വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഓർത്തിരിക്ക? 37 ഈ ബോംബെ സമ്മേളനം കഴിഞ്ഞ് ഒരു 10 വർഷം അല്ലെ? 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് വേവൽ പ്ലാൻ വന്നിട്ടുള്ളത്. ഓർത്തിരിക്കാലോ. ബോംബെ സമ്മേളനം, വേവൽ പ്ലാൻ. ബോംബിടുമ്പോ എന്താണ്? വേദന ആവൂലെ? ബോംബിട്ടാൽ എന്താണ്? വേദനയാവും. അപ്പൊ ബോംബെ സമ്മേളനം കഴിഞ്ഞ് വേവൽ പ്ലാൻ അങ്ങനെ ഓർത്തിരിക്കാലോ. അപ്പൊ വേവൽ പ്ലാൻ എന്താണ്? 1945 ജൂൺ 14-നാണ്. വേവൽ പ്ലാൻ എന്താണ്? 1945 ജൂൺ 14. ഓക്കെ, 45 എന്നുള്ളതിന് 4 കിട്ടുമല്ലോ. അപ്പൊ ജൂൺ 14. തെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് പറയാനുള്ളത്, ഈ വേവൽ പ്ലാന് തയ്യാറാക്കുമ്പോ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, അതേപോലെ നമ്മളെ ഭരണഘടന നിലവിൽ വരുമ്പോൾ സഭയുടെ രൂപീകരണ സമയത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിക്കും. ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അങ്ങനാണെങ്കിൽ അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? നമ്മളെ വേവൽ പ്രഭു ആയിരുന്നു അന്നത്തെ വൈസ്രോയി. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. പിന്നെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു തയ്യാറാക്കിയതാണ് വേവൽ പ്ലാൻ 1945. പിന്നെന്താണ്? സിംല കോൺഫറൻസ്. എന്താണ് സിംല കോൺഫറൻസ്? ഒന്നുമില്ല, ഈ വേവൽ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സമ്മേളനത്തെ പറയുന്ന പേരാണ് സിംല കോൺഫറൻസ്. തെറ്റാണോ? സിംല കോൺഫറൻസ് തെറ്റാണ്. ഈ ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു കഥ പോലെ ആലോചിച്ച് നിൽക്കുക. എന്താണ്? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററോടാണ് ആരെന്തൊക്കെ പറയുന്നത്? മൺറോ ഇവരൊക്കെ എന്ത് പറഞ്ഞു? ഭരണഘടന വേണം, സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം, നമുക്ക് അതൊന്നും പറ്റൂല, നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി ഒരു മിഷനെ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് അയച്ചു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണോ? ഭരണഘടന ഉണ്ടാക്കാനുള്ള അധികാരം കൊടുക്കണോ? അതൊക്കെ ആലോചിക്കാൻ വേണ്ടിട്ട് എന്താണ് ഇവരെ പ്ലാൻ? ഇവിടെ പറ്റിച്ചിട്ട് പോകാനുള്ള പ്ലാൻ ആണോ? അതൊക്കെ നോക്കാൻ വേണ്ടിട്ട് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്തു? ഒരു സംഘത്തെ ഇന്ത്യയിലോട്ട് അയച്ചു. എവിടേക്ക്? ലേബർ പാർട്ടിയിൽ നിന്നും എന്ത് ചെയ്തു? ലേബർ ഗവൺമെന്റിൽ നിന്നും 3 ആളുകൾ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് അയച്ചു. ലേബർ ഗവൺമെന്റിൽ നിന്നും 3 ആളുകൾ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് അയച്ചു. അവരുടെ പേരാണ് PSA. കോഡാണ് PSA. ഓർത്തിരിക്കണം. എന്നാണ് ക്യാബിനറ്റ് മിഷൻ വന്നത്? 1946. 1946 എന്ത് ചെയ്തിട്ടുള്ളത്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താ ക്യാബിനറ്റ് മിഷൻ? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി ഭരണഘടനയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ചും ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കണോ എന്ന് പഠിച്ചു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിഷനെ, ഒരു 3 അംഗ സമിതിയെ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് അയച്ചു. അവരാണ് ക്യാബിനറ്റ് മിഷൻ. അതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. 3 പേരെ പേരെന്താ? 3 പേര് എന്താണ്? PSA.
പി ഫോർ എന്താ? പെറ്റ്വിക് ലോറൻസ്. നല്ല രസമുള്ള പേരല്ലേ? ഒരു മിന്നു ചിന്നു പൊന്നൊന്നും കിട്ടാൻ നമുക്ക് പെട്ടെന്ന് പഠിക്കായിരുന്നു. അപ്പൊ ഇത് പഠിക്കാൻ എന്ത് ചെയ്യാ? റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. അപ്പൊ കിട്ടിക്കോളൂ, സെറ്റ് ആവും. ഓക്കെ, പി ഫോർ പെറ്റ്വിക് ലോറൻസ്. ആരാണ്? പെറ്റ്വിക് ലോറൻസ്. പെറ്റ്വിക് ലോറൻസ്. എസ് ഫോർ സ്റ്റാഫോർഡ് ക്രിപ്സ്. എസ് ഫോർ സ്റ്റാഫോർഡ് ക്രിപ്സ്. എസ് ഫോർ സ്റ്റാഫോർഡ് ക്രിപ്സ്. അങ്ങനാണെങ്കിൽ എ ഫോർ എ വി അലക്സാണ്ടർ. എ ഫോർ എ വി അലക്സാണ്ടർ. പി എസ് കിട്ടിയല്ലോ. പി എസ് എന്താണ്? പി ഫോർ പെറ്റ്വിക് ലോറൻസ്. എസ് ഫോർ എന്താണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. പിന്നെ എ ഫോർ എ വി അലക്സാണ്ടർ. സെറ്റ്. ഇവര് മൂന്നാളാണ് എങ്ങോട്ട് എത്തിയത്? നമ്മളെ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ സ്വീകരിച്ച് ഇരുത്തി ചായയൊക്കെ കൊടുത്തു. അപ്പൊ പറഞ്ഞു, എന്താണ് മക്കളെ പ്ലാന്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞു, നമുക്ക് സ്വന്തമൊക്കെ വേണം, ഒരു ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ നമ്മളെ ഇവര് മൂന്നാളെന്ത് പറഞ്ഞു? നമുക്കിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇതുവരെയായിട്ട് ഭരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഭരിച്ചിട്ട് ശീലമൊന്നുമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇടക്കാല ഗവൺമെന്റ്, അതായത് രണ്ടാളും കൂടി, ബ്രിട്ടീഷുകാർ ഇവരും കൂടി നമ്മൾ ഇന്ത്യക്കാരും കൂടി ഒരു ഗവൺമെന്റ് രൂപീകരിക്കാം. ഒരു ഇടക്കാല ഗവൺമെന്റ്, രണ്ടാൾക്കും കൂടി ഭരണം നടത്തുന്ന ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാം. പിന്നെ നിങ്ങൾ ഭരണഘടന ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഉണ്ടാക്കുമ്പോ നേരിട്ട് പോയിട്ടൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും പൊട്ടത്തരൊക്കെ ആവും. അതുകൊണ്ട് എന്താണ്, നിങ്ങള് ഒരു ഭരണഘടനാ നിയമ നിർമ്മാണ സഭ ആദ്യം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യാ? അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യ്. എന്നിട്ട് ഓരോരുത്തരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ 3 പേര് പറഞ്ഞു. അപ്പൊ അവരെന്താ പറഞ്ഞത്? ക്യാബിനറ്റ് വിഷൻ മുന്നോട്ട് വെച്ചത് എന്താണ്? ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാൻ പറഞ്ഞു. അതുപോലെ എന്ത് പറഞ്ഞു? ഭരണഘടനാ നിയമ നിർമ്മാണ സഭ രൂപീകരിക്കാനും പറഞ്ഞു. ഈ 2 സജഷൻസ് ആണ് ആര് വെച്ചിട്ടുള്ളത്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വെച്ചിട്ടുള്ളത്. തെറ്റാണോ? അങ്ങനെ നമ്മളെ ഇന്ത്യക്കാരാണ്. ആയിക്കോട്ടെ, ന്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇടക്കാല ഗവൺമെന്റ് 1946 സെപ്റ്റംബർ 2 രൂപീകരിച്ചു. 1946 സെപ്റ്റംബർ 2 എന്ത് ചെയ്തു? ഇടക്കാല ഗവൺമെന്റ് നമ്മൾ ഇന്ത്യക്കാര് രൂപീകരിച്ചു. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? 1946 നിങ്ങൾ ഓർത്തിരിക്കണം. സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു വർഷം മുമ്പേ ആണ് ആലോചിച്ചത്. 1947 സ്വാതന്ത്ര്യം കിട്ടി. 1946 സെപ്റ്റംബർ. ഇടക്കാലം എന്ന് പറയുമ്പോൾ ഇട. ഞാൻ ഇവിടെ നിൽക്കാണ്, ഇവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഇട ഉണ്ട്. അപ്പൊ എത്ര ആളുകളുടെ ഇടയിലാണ് ഇട ഉള്ളത്? സ്പേസ് ഉള്ളത്? സ്പേസ്. ഇട. രണ്ടാളുകളുടെ ഇടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഇടക്കാലം. അപ്പൊ എന്ത് പഠിച്ചേക്കാ? 1946. പിന്നെന്താ 2 എന്ന് പറയുമ്പോ എന്താ? 2 കിട്ടി. സെപ്റ്റംബർ സ്പേസ്. അപ്പൊ എന്നിട്ട് സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് 1946. സേവ് സ്പേസ് എന്നുള്ളത് സെപ്റ്റംബർ. രണ്ടാളുകൾക്ക് ഇടയിലല്ലേ? 2. സെപ്റ്റംബർ 2. ഗുഡ് അല്ലേ? ഓക്കെ, അടിപൊളി കോഡല്ലേ? കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങനെ കോഡൊക്കെ വെച്ച് സെറ്റ് ആക്കി പഠിക്കാട്ടോ. അങ്ങനെയാണെങ്കിൽ ഭരണഘടന നിയമ നിർമ്മാണ സഭ എന്നാ രൂപീകരിച്ചത്? ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6. ആ മാസം ലാസ്റ്റ്, വർഷം ലാസ്റ്റ് 1946 ഡിസംബർ 6. ഈ 6 അതേപോലെ ഡിസംബർ. ഓക്കെ, തെറ്റാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്നായിരുന്നു ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്? 1946 എന്ത് ചെയ്തിട്ടുള്ളത്? ഇവര് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. ഏതാ ഡേറ്റ്? മാർച്ച് 23 ഇവർ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. എന്നാണ്? മാർച്ച് 23 ചിലയിടത്തൊക്കെ എന്ത് കാണാൻ പറ്റും? മാർച്ച് 24 എന്നൊക്കെ പറയാൻ പറ്റും. അതായത് അന്നത്തെ ഇന്ത്യയിലെ ഭാഗം, അതായത് ഇന്നുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഒരു പ്രദേശത്താണ് അന്ന് എത്തിയിട്ടുള്ളത്. എന്നാൽ ആ ഭാഗത്തിന്റെ പേര് പാകിസ്ഥാൻ വിഭജനത്തിന് മുന്നെയാണ് എന്ത് എത്തിയിട്ടുള്ളത്? അവരെത്തിയിട്ടുള്ളത്. അപ്പൊ 1946 ഇവരെത്തിയെന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചിട്ടില്ല. അപ്പൊ പാകിസ്ഥാനിലെ ലാഹോർ എന്നുള്ള ഒരു പ്ലേസിലാണ് ഇവർ എത്തിയിട്ടുള്ളത്. അന്ന് എവിടെ എത്തിയേ? 1946 മാർച്ച് 23 ഇവര് ലാഹോറിൽ എത്തിയിട്ടുള്ളത്, പാകിസ്ഥാനില്. അത് അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ന് എന്തല്ല, ഇന്ത്യയുടെ ഭാഗമല്ല. അങ്ങനെ പിറ്റേ ദിവസം 1946 മാർച്ച് 24 എന്ത് ചെയ്തു? അവർ ഇന്ത്യയുടെ ഭാഗത്തെത്തി, ഇന്ത്യയുടെ പ്രദേശത്ത്. ഇന്ത്യ ഇപ്പൊ നമ്മളെ ഇന്ത്യന്റെ പ്രദേശത്തെത്തി. ഓക്കെ, അതുകൊണ്ടാണ് ചില ഭാഗത്ത് 24 എന്നും 23 എന്നും കാണുന്നത്. നിങ്ങൾ എന്ത് പഠിച്ചേക്കാ? 23 മാർച്ച് 23 എന്ന് പഠിച്ചേക്കാം. പിന്നെ നമ്മൾ അങ്ങനെ ഇവരൊക്കെ വന്നു, സെറ്റാക്കി. ഞങ്ങൾ ചെയ്യൂലേ? ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കൂലേ?
പിന്നെന്താണ് ഒരു ഭരണഘടനാ നിയമ നിർമ്മാണ സഭ രൂപീകരിക്കണം കേട്ടോ, മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു തെലങ്കാനയ്ക്ക്. എന്നാ അവര് പോയത് അവര് പോയത് 1940. ഈ മാർച്ച് എങ്ങനെ ഓർത്തിരിക്കുക, നമ്മൾ എത്തി എന്നുള്ളതിന് റീച്ച് എന്ന് പറയില്ലേ, മാർച്ച് റീച്ച് അങ്ങനെ ഓർത്തിരിക്കാലോ. അപ്പൊ എത്ര ആൾക്കാരാ വന്നിരുന്നേ, 3 ആൾക്കാരല്ലേ വന്നിരുന്നത്, അപ്പൊ 3 കിട്ടി. പിന്നെന്താണ് ഓല് എത്ര നിർദ്ദേശങ്ങളാ വെച്ചിരുന്നേ, 2 നിർദ്ദേശം. 2 നിർദ്ദേശങ്ങള് 3 ആൾക്കാർ വെച്ച്, അതിനല്ലേ ഓല് വന്നിട്ടുള്ളത്. ആലോചിക്കുക, 2 നിർദ്ദേശങ്ങള് 3 ആള് വെച്ച്, 2 നിർദ്ദേശങ്ങൾ 3 ആള് വെച്ച്, അപ്പൊ 23 കിട്ടും. മാർച്ച് റീച്ച്. അപ്പൊ മാർച്ച് 23-നാണ് എന്ത് വന്നിട്ടുള്ളത്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. ഓർത്തിരിക്കല്ലോ, ഓർത്തിരിക്കാം. തെറ്റാണ്, ക്ലിയർ ആണ്, പവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്നാ പോയത്, പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, മെയ്. ഒരേ പ്രൊനൗൺസിയേഷൻ വരുന്നില്ലേ, മെയ്. അപ്പൊ എന്താണ്, മെയ്യിൽ ഇവര് പോയി. എങ്ങനെ പോയത്, 2 × 3 6. എത്ര, 16 നോക്കിയിരിക്കുക. 2 × 3 6 ആണല്ലോ. അപ്പൊ ഇതിന് മുമ്പിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പൊ മെയ് 16-നാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, പോയത്. മാർച്ച് 23, 2 × 3 6, മെയ് 16. 1946 മെയ് 16-ന് എന്ത് ചെയ്തു, ഇവർ ഇന്ത്യ വിട്ട് പോയി. തെറ്റാണോ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ തെറ്റാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, റിവൈസ് ചെയ്ത് കേൾക്കുക. ഇന്നത്തെ ക്ലാസ് ഒത്തിരി